തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി വയനാട്ടിൽ നിന്നും 3 കുംകി ആനകളെയും അതിരപ്പള്ളിയിൽ എത്തിച്ചു. കോടനാട്ടെ അഭയാരണ്യത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ ആനയുടെ ആരോഗ്യനിലയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയൊരു മയക്കുവടി കിട്ടാനുള്ള അല്ലെങ്കിൽ മയക്കുവടി ഏൽക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. ഒപ്പം കുംകി ആനകളുടെ സാന്നിധ്യമുണ്ട്. എന്തൊക്കെയാണ് വനംവകുപ്പിന്റെ നടപടികൾ? രഞ്ജിത്ത്, ഈ ആനയ്ക്ക് ചികിത്സ നൽകുക എന്ന ആ ഒരു പദ്ധതിയുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യാവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 2 ആഴ്ച മുൻപ് ഇതിന് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയക്കുന്ന രീതിയെല്ലാമായിരുന്നു. ബട്ട് ഇനിയും ഒരു മയക്കുവെടിയെ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം ഇതിനുണ്ടോ, ഈ ആനയ്ക്കുണ്ടോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും തന്നെ സംശയമുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള ഒരു തീരുമാനമനുസരിച്ച് ആനയ്ക്ക് ചികിത്സ നൽകാൻ തന്നെയാണ് തീരുമാനം. അതിന് അനുവർത്തിക്കുന്നത് സ്വാഭാവികമായും മയക്കുവെടി വെച്ച് പിന്നീട് കുംകി ആനകൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുക, പിന്നീട് ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നതെല്ലാം തന്നെയാണ്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വയനാട് നിന്ന് 3 കുംകി ആനകൾ ഇവിടേക്ക് എത്തിച്ചു. കോന്നി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വിക്രമും കുഞ്ഞുവും അടങ്ങുന്ന 3 കുംകി ആനകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അവയെ പ്രത്യേകം മേഖലയിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം ഉള്ള ഒരു കവചം തീർത്ത ആ ഭാഗത്താണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അതോടൊപ്പം തന്നെ മറ്റ് ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഇവിടെ കോടനാട് അഭയാരണ്യത്തിൽ ഈ ആനയെ പിടികൂടിയാൽ അവിടെ എത്തിക്കേണ്ടതുണ്ട്. അവിടെ എത്തിച്ച് ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം വേണം. അതിന് ആനക്കൂട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. നേരത്തെ അരിക്കൊമ്പനെ പിടികൂടുന്ന സമയത്ത് കോടനാടേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുക്കിയ കൂട് അത് ഇപ്പോൾ വേണ്ടത്ര ഒരു ഫലമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ ഒരു ബലക്ഷയം ബോധ്യമായതിനെ തുടർന്ന് പുതുത് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് 100-ലധികം യൂക്കാലിപ്സ് വലിയ തടികൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ സമയത്ത് പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും. ചീഫ് വെറ്ററിനറി സർജനായ ഡോക്ടർ അരുൺ സക്രിയ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം എത്തി. ഇന്ന് ആ കൂട് പരിശോധിക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയും എല്ലാം തന്നെ അദ്ദേഹം വിലയിരുത്തും. അതിനുശേഷം ഇവിടേക്ക് എത്തും. ആതിരപ്പള്ളി മേഖലയിലേക്ക് ഇവിടെ എത്തുകയും ആനയെ നിരീക്ഷിക്കുന്നതിനടക്കം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എല്ലാം തന്നെ ആനയെ പ്രദേശത്തും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ നിരീക്ഷിക്കാൻ വനപാലകരുടെ ഒരു സംഘം അതിനെ പിന്തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ ആന വീണ്ടും ഈ വനത്തിലേക്ക് കയറി പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെയും അതിനെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. അതിന് വേണ്ടി ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് ഇറങ്ങി വരുന്ന ഈ നീർച്ചോലയോടെ എല്ലാം ചേർന്നുള്ള പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം അത്രയും അങ്ങനെ ഒരു ആളുകളുടെ നിരീക്ഷണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നറിയാനുള്ളൊരു പരിശോധനയും കാര്യങ്ങളും ഏതായാലും ഇപ്പോഴും തന്നെ തുടരുകയാണ്. അത് ആനയെ നിരീക്ഷിക്കുക, അതിനുശേഷം അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുക, അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ദൗത്യത്തിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ആനയ്ക്ക് ഇന്ന് മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് ഡോക്ടർ അരുൺ സക്രിയ ആയിരിക്കും. അദ്ദേഹം ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി അതോടൊപ്പം തന്നെ ഇന്ന് അതിനെ മയക്കുവെടി വെച്ചാൽ ഇന്ന് തന്നെ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഒരു പൂർണ്ണത, ഇതെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വൈകുന്നേരത്തിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ പൂർണ്ണ നിരീക്ഷണത്തിലേക്ക് ആനയെ കൊണ്ടുവന്ന ശേഷം ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടിയായിരിക്കും അത്തരമൊരു ദൗത്യത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുള്ളൂ. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലടക്കമുള്ള വനപാലകരുടെ ഒരു വലിയ സംഘമെല്ലാം തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഈ പ്രൊജക്റ്റ് ഓൺ എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കുംകി ആനകൾ അവിടെയുണ്ട്, ആനക്കൂടും തയ്യാറായി വരുന്നു. ഇനി ഇവനെ മയക്കുവെടി വെക്കുക, ചികിത്സ നൽകുക, അതാണ് വനം വകുപ്പിന്റെ ലക്ഷ്യം.
തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം.